കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്ന ജ്യോതിഷ വിഷയം, ഇത് ചൊല്ലിയാൽ നമ്മളിൽ ഒരു ദുരാത്മാവും അടുക്കില്ല. ഒരുപാട് ദുരാത്മാക്കളൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പലർക്കും പല വിധത്തിലുള്ള ബാധാദോഷങ്ങളൊക്കെ ഏൽക്കാനൊക്കെ ഇട വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ ഒരു ദുരാത്മാവും നിങ്ങളിലേക്ക് അടുക്കില്ല. നമുക്ക് ചുറ്റും ഒരു വലയമുണ്ട്. നമ്മൾക്ക് ചുറ്റും ഒരു വലയമുണ്ട്. ആ വലയം ഒരു മിക്ക ആത്മാക്കൾക്കും ദുരാത്മാക്കൾക്കും ഭേദിച്ച് നമ്മളിലേക്ക് കയറാൻ പറ്റില്ല. എന്നാൽ അത് ഭേദിച്ച് കയറുന്ന ചില ദുരാത്മാക്കളുണ്ട്. അത് നമ്മുടെ ശരീരകലകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരകലകളും ആ മരിച്ചുപോയ ആത്മാക്കളുടെ കലകളുമായിട്ടുള്ള ബന്ധം വന്നാൽ നമ്മളുടെ ആ നമുക്ക് ചുറ്റുമുള്ള ആ കാന്തിക വലയത്തിൽ അല്ലെങ്കിൽ ആ ഓറയിൽ അകത്ത് അവർ കയറും. അങ്ങനെയാണ് നമുക്കത് നമുക്ക് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വേറെ വഴിപാടുകളോ അല്ലെങ്കിൽ വേറെ അതിനു വേണ്ടി മറ്റു കാര്യങ്ങളോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് സ്വയം അത് നമ്മളിൽ നിന്നും അകറ്റാം. നമ്മളത് ഞാൻ പറഞ്ഞ ആ മന്ത്രങ്ങൾ ചൊല്ലിയാൽ നിങ്ങളെ അത് ബാധിക്കില്ല. ഒന്ന്, ഓം നമഃശിവായ എന്ന് 108 പ്രാവശ്യം നിങ്ങൾ രാവിലെയും വൈകിട്ടും ചൊല്ലാൻ തയ്യാറുണ്ട്? ചൊല്ലിയാൽ ഇതുപോലെയുള്ള ഒരു ദുരാത്മാക്കളും നിങ്ങളിലേക്ക് അടുക്കില്ല. അതുപോലെ തന്നെ നാരായണായ നമ എന്ന് ഒരു 108 പ്രാവശ്യം അതും രാവിലെയും വൈകിട്ടും നിങ്ങളൊന്ന് ചൊല്ലി നോക്കും. ഒരുവിധമുള്ള ദുരാത്മാക്കളൊന്നും നമ്മളുടെ അടുത്തോട്ട് അടുക്കില്ല. നമ്മളുടെ ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലണം. അങ്ങനെ ചൊല്ലിയാൽ ഒരുവിധമുള്ള ദുരാത്മാക്കളൊന്നും നമ്മളുടെ അടുക്കില്ല. അപ്പം രാവിലെയും വൈകിട്ടും ഓം നമഃശിവായ എന്നും നാരായണായ നമ എന്നും 108 പ്രാവശ്യം വീതം ചൊല്ലുക. അതുകൂടാതെ നവഗ്രഹങ്ങളുടെ ഒരു 4 വരി സ്തോത്രം ഒന്ന് ചൊല്ലാം. നവഗ്രഹ സ്തോത്രം. ഓം ആദിത്യായ ജ സോമായ മംഗളായ ബുധായ ജ ഗുരുശുക്രശനി ഭജ രാഘവേ കേതവേ നമ. അതായത് നവഗ്രഹങ്ങളുടെ ചുരുക്ക ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത്. ഓം ആദിത്യായ ജ സോമായ മംഗളായ ബുധായ ജ ഗുരുശുക്രശനി ഭജ രാഘവേ കേതവേ നമ. ഈ നവഗ്രഹ സ്തോത്രം നിങ്ങൾ ഒരു ദിവസം രാവിലെ ഒരു 27 പ്രാവശ്യവും വൈകിട്ട് ഒരു 27 പ്രാവശ്യവും ചൊല്ലിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദുരാത്മാക്കളും നിങ്ങളിലേക്ക് അടുക്കില്ല. അത് സത്യമായ കാര്യമാണ്. ഞാൻ ഈ പ്രശ്നം ഞാനിവിടെ അവസാനിപ്പിക്കും.